മരണവും എത്ര ദുർപ്രവൃത്തി ചെയ്ത ആളെന്ന് പറഞ്ഞാലും മരണം എന്ന് പറയുമ്പം അയാളുടെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നാട്ടുകാർക്ക് പോലും മക്കൾക്ക് പോലും ഈ മരിച്ച ദിനേശൻ്റെ മക്കൾ ഒരു മോനും മോളും ഒക്കെ പറയുന്നുണ്ട്, അവർക്ക് പോലും വലിയ സഹതാപമൊന്നും ഈ അച്ഛനോടില്ല. അച്ഛൻ മരിച്ചു, കാര്യം അറിഞ്ഞു, ചെന്നപ്പം മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ ഷോക്ക് അടിച്ചാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞു. അല്ലാതെ ഇതിനകത്ത് വലിയ ഒരു അനുകമ്പയൊന്നും അവർക്ക് അവരുടെ സംസാരത്തിലൊന്നും കണ്ടിട്ടില്ല. കേരളം. നമസ്കാരം. ആലപ്പുഴ പുന്നപ്രയിൽ മകനെ അമ്മ കൊലയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നതാണ് അതിൻ്റെ സത്യം. അമ്മയുടെ കാമുകനെ മകൻ ഷോക്കടിപ്പിച്ചു കൊന്നു. എല്ലാവരും ഈ വാർത്ത അറിഞ്ഞിരിക്കും. പക്ഷേ ഇതിലെ ചില നഗ്നമായ സത്യങ്ങളുണ്ട്. ആ കിരൺ എന്ന 27 വയസ്സുള്ള ആ പയ്യനെ ഇതിനെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സ്ത്രീയുടെ വഴിവിട്ട കാമകേളികളാണ് ഇതിന് പിന്നിലുള്ള കാര്യമെന്ന് പറയുന്നത്. ഈ ഷോക്കടിപ്പിച്ച് കൊല്ലുന്ന ആ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് സ്ഥിരമായി ഈ തൻ്റെ അമ്മയെ കാണുവാൻ വരാറുള്ള ഈ ദിനേശ്, മരിച്ച ദിനേശ്, 53 വയസ്സുള്ള ദിനേശ് സ്ഥിരം വരുന്ന ഒരു കാര്യം അറിഞ്ഞുകൊണ്ടാണ് അത്തരത്തിലേക്ക് ആ ഒരു ചെറുപ്പക്കാരനെ പ്രേരിപ്പിച്ചത്. അതായത് പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള മാനക്കേട് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പയ്യൻ ചെയ്ത കൊല. അതിനെ ന്യായീകരിക്കല്ലത് തെറ്റ് തന്നെയാണ്. അവൻ ചെയ്യേണ്ടത് അവൻ്റെ അമ്മയെ നിലക്ക് നിർത്തുക എന്നുള്ളതായിരുന്നു. ഇന്ന് സമൂഹത്തിൽ ഇന്ന് നമുക്കറിയാം, മകനെ അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, അല്ലെങ്കിൽ അച്ഛൻ മകനെ കൊല്ലുന്നു ഒക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ആ കൊലയ്ക്ക് പിന്നിൽ കൊന്നല്ലോ എന്നുള്ള നമുക്കൊരു ഉത്കണ്ഠ ഉണ്ടാകാറുണ്ട്. പക്ഷേ പലപ്പോഴും അവിടെ നടക്കുന്ന സാഹചര്യങ്ങൾ പലതും പുറത്തു വരാറില്ല. ഇതേതായാലും ശരി, കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് ആലപ്പുഴയിൽ. ശേഷം മൃതദേഹം പാടത്ത് ഉപേക്ഷിച്ചു. പുന്നപ്ര സ്വദേശി ദിനേശനാണ് കൊല്ലപ്പെട്ടത്. പ്രതി കിരൺ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. സുദിഷ ധർമ്മനാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. സുദിഷ, നേരത്തെ തെളിവെടുപ്പ് പുരോഗമിക്കുകയായിരുന്നു. അതോടൊപ്പം സുദിഷ നാട്ടുകാരോടൊക്കെ സംസാരിച്ചിരുന്നു. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ, പുതിയ വിവരം? കൂടുതൽ വിവരങ്ങളും പുതിയ വിവരങ്ങളും ഒന്നുമില്ല. ഇവർ തമ്മിൽ വർഷങ്ങളായുള്ള ബന്ധങ്ങളാണ്. ഈ മരിച്ച ദിനേശ് സ്വന്തം വീട്ടിൽ, ഇവരെ അപ്പുറം ഇപ്പുറമുള്ള വീടുകളാണ്. പക്ഷേ എന്നാൽ പോലും ഈ സ്വന്തം വീട്ടിലല്ല ഈ മരിച്ച ദിനേശൻ താമസിച്ച് എന്നുള്ളതാണ്. കഴിഞ്ഞ 2 വർഷമായി ഇദ്ദേഹം ആ വീട്ടുകാരുമായിട്ട് ഈ പ്രശ്നം പറഞ്ഞ് തെറ്റി അടുത്തുള്ളൊരു ലോഡ്ജിലാണ് താമസം. ഈ രാത്രി കാലങ്ങളിൽ ഈ അമ്മയെ വന്ന് കാണുന്ന ഒരു വലിയ പ്രശ്നങ്ങൾ, കുറേ വർഷങ്ങൾ, ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു നീണ്ട വൈരാഗ്യത്തിൻ്റെ ഒരു പകപോക്കലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതിനകത്തിൽ ആ ഒരു പയ്യൻ്റെ ഭാവിയാണ് ഈ അമ്മച്ചി കളഞ്ഞത്. പിന്നെ ഈ മൃതദേഹം ആദ്യം ഇത് പാടത്ത് കണ്ടു എന്നാണ് പറഞ്ഞത്. അടുപ്പിച്ചു കൊന്നെന്ന് പറഞ്ഞത്. ഷോക്ക് അടിച്ചതായിട്ടാണ് വന്നേക്കുന്നത്. ഈ മരണശേഷം ഈ ഒന്നും അറിയാതെ ഈ കിരണ് ഈ വീടുമായി സഹകരിക്കുകയും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് പോവുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. കാര്യം അവന് ഇദ്ദേഹത്തെ കൊല്ലുക എന്നുള്ളതേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് തെളിവ് നശിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ നമുക്കറിയാം, സുകുമാരക്കുറുപ്പ് മാത്രമേ ഉള്ളൂ കേരളത്തിൽ പിടിക്കപ്പെടാതെ നടക്കുന്ന ഒരു ആളുണ്ടെങ്കിൽ. ബാക്കി ഏറെക്കുറെയൊക്കെ പോലീസ് എന്ന് പറയുമ്പം അവരിപ്പോൾ വളരെ അത്രയും ചിന്തിച്ച്, അതായത് തെളിവുണ്ടാക്കുന്നതിൽ വളരെ സമർത്ഥമായി കേരള പോലീസ് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഒരു കേസ് വിജയിച്ചിട്ടുള്ളത്. പിന്നെ ഈ കിരണിനെ കുറച്ചു നാളിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഇവർ തമ്മിലുണ്ടായ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടി നടന്നിട്ടുണ്ട്. കിരണിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. കിരണ് ഈ വീട്ടിൽ വന്ന സമയത്ത് ഈ ദിനേശിനെ പിടിച്ച് അടിക്കുകയും ബോധം പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. പുറത്തു വരുന്ന വിവരം, കൊല്ലപ്പെട്ട ദിനേശൻ 4 വർഷം മുൻപ് ഈ സംഭവത്തിലെ മുഖ്യപ്രതിയായ കിരണിനെ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. അന്നും ഈ തർക്കത്തിന് കാരണം അമ്മയുമായുള്ള ബന്ധമായിരുന്നു എന്ന് പോലീസ് പറയുന്നു.
ഷോക്കേറ്റ് വീണ ദിനേശന്റെ കയ്യിൽ എന്നിട്ട് ഈ ഈ ആ സ്ത്രീയെ കാണുന്ന ഒരു നരച്ച ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീയായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. ഇവർക്കൊക്കെ ഈ പ്രായം ഇത്രയായ മക്കൾ വലുതായെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തികളിൽ കൺട്രോൾ ഇല്ലാതെ, അല്ലെങ്കിൽ അവരുടെ ഭർത്താവെന്ന് പറഞ്ഞ ഒരു അപ്പനവിടെ ഉണ്ട്, പോട്ടെ, അദ്ദേഹം ഒരു പാവം പിടിച്ച മനുഷ്യനായതുകൊണ്ട്, അല്ലെങ്കിൽ അയാളായിരിക്കണം ഈ ഒന്നുകിൽ ഭാര്യ വെട്ടിക്കൊല്ലുക അല്ലെങ്കിൽ ഈ അയലത്തുകാരനെ കൊല്ലാനൊക്കെ അയാളായിരിക്കണം തയ്യാറാകേണ്ട. അയാളൊരു പാവം പിടിച്ച മനുഷ്യനായിരിക്കും ഈ മോനി കൃത്യമായിട്ടെടുത്തത്. എന്തായാലും ശരി, തെളിവ് ഇതിന് ശേഷം വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഈ വയറ് കണക്ട് ചെയ്തിട്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഷോക്കേറ്റ് കഴിഞ്ഞപ്പോൾ ദിനേശൻ മരിച്ചിട്ടില്ലായിരുന്നു. രണ്ടാമത് ഇരുമ്പ് പ്ലേറ്റ് കണക്ട് ചെയ്തിട്ട് വീണ്ടും ഷോക്ക് കൊടുത്ത് ഒരു വളരെ പൈശാചികമായ രീതിയിലാണ് രാഷ്ട്രീയക്കാർ പറഞ്ഞുള്ള കൊന്നിട്ടുള്ളത്. നമുക്ക് മരണം എന്ന് പറഞ്ഞാൽ ഏതൊരു മരണവും എത്ര ദുർപ്രവൃത്തി ചെയ്ത ആളെന്ന് പറഞ്ഞാലും മരണം എന്ന് പറയുമ്പം അയാളുടെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നാട്ടുകാർക്ക് പോലും മക്കൾക്ക് പോലും ഈ മരിച്ച ദിനേശൻ്റെ മക്കൾ ഒരു മോനും മോളും ഒക്കെ പറയുന്നുണ്ട്, അവർക്ക് പോലും വലിയ സഹതാപമൊന്നും ഈ അച്ഛനോടില്ല. അച്ഛൻ മരിച്ചു, കാര്യം അറിഞ്ഞു, ചെന്നപ്പം മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ ഷോക്ക് അടിച്ചാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞു. അല്ലാതെ ഇതിനകത്ത് വലിയ ഒരു അനുകമ്പയൊന്നും അവർക്ക് അവരുടെ സംസാരത്തിലൊന്നും കണ്ടിട്ടില്ല. കമ്പി വടി പിടിപ്പിച്ച ശേഷം വീണ്ടും ഷോക്ക് അടിപ്പിച്ച് മരണം ഉറപ്പിച്ചു. മുഖ്യപ്രതിയായ കിരണിന്റെ അമ്മയുമായി കൊല്ലപ്പെട്ട ദിനേശിന് വർഷങ്ങൾ നീണ്ട വഴിവിട്ട ബന്ധമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ തുടർന്ന് നിരവധി തവണ കിരണുമായി സംഘർഷമുണ്ടായി. 4 വർഷം മുമ്പ് ദിനേശൻ കിരണിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. പുന്നപ്ര സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും മറ്റ് നിയമ നടപടികളിലേക്ക് കടന്നിരുന്നില്ല. ഈ നിയമ നടപടികളിലേക്ക് ഒരു വെട്ടുകൊണ്ടിട്ട് പോലും ഈ പറഞ്ഞ കിരണ് അല്ലെങ്കിൽ കിരണിൻ്റെ വീട്ടുകാർ പോകാതെ അന്ന് തള്ള ഇടപെട്ടാണ് അത് കേസിലേക്ക് പോകാതിരുന്നെന്നൊരു പക്ഷം പറയുന്നുണ്ട്. നമ്മൾ അവിടെയുള്ള സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള ഇവർ പല രീതിയിലും ഇയാളെ സംരക്ഷിച്ചുകൊണ്ട് ഈ മരിച്ച ദിനേശനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്ത്രീ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പോകുന്നത്. എന്നിട്ട് ഈ അവസാന നിമിഷങ്ങളിൽ പല വാണിങ്ങും ഇവർ അവിടുത്തെ സമൂഹത്തിലെ പലരിടപെട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഈ പയ്യനുണ്ടായ അപമാനമെന്ന് പറയുന്നത് അവർക്ക് അത്രയും സഹിക്കാൻ വയ്യാത്ത അപമാനം ഉണ്ടായിരിക്കണം ആ പയ്യന് ഈ അമ്മച്ചിയുടെ ഈ കാമകേളിക്ക് വില കൊടുക്കേണ്ടി വന്നത്. ആ പയ്യൻ്റെ ജീവിതമാണ്. ആസൂത്രിതമായി പദ്ധതി തയ്യാറാക്കി അതിന് ആ മരണം സംഭവിച്ചതെന്നറിഞ്ഞപ്പോൾ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ഇവർ കൂട്ടുനിൽക്കുകയും ചെയ്തു, മാതാപിതാക്കൾ കൂട്ടുനിൽക്കുകയും ചെയ്തു. പോലീസിന്റെ വിശദീകരണം എന്താണ് ഇത്? ഇനി എന്ത് വിശദീകരണം വന്നാലും ഇതിനകത്തിൽ നഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ആ ഒരു പയ്യൻ്റെ ഭാവിയാണ്. അപ്പം നമുക്ക് ഇതിനകത്തിൽ മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ മകനും മകളും മക്കളൊക്കെ ഇത്രയും വലുതായിട്ട് പോലും അവർക്ക് ഈ ഒരു കൊലയിലേക്ക് മകനെ വലിച്ച് ഇഴക്കേണ്ടി വന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇവർ എന്തിനാ അങ്ങരുമായിട്ട് അങ്ങ് ഒഴിച്ചിട്ട് പോവും? പ്രായം ഇത്രയായാലും കിളവിയായാലും അങ്ങ് പോയാൽ പോരായിരുന്നു. ഈ പയ്യനെ ഏതായാലും പയ്യൻ്റെ ആത്മാഭിമാനം പോയി. ഇനിയിപ്പം പ്രത്യേകിച്ച് ഇനി അവിടെ ഒരു അഭിമാനമൊന്നും കിട്ടത്തില്ലായിരുന്നു. എങ്കിൽ ഈ പയ്യനെന്തിന് അച്ഛനും അമ്മയും 3 പേരുമാണ് ജയിലിൽ കിടക്കുന്നത്. മറവ് ചെയ്യുന്നതിന് വേണ്ടി സഹായിച്ചു എന്നുള്ളതാണ്. എത്രയ്ക്കായാലും ഒരു മകൻ അങ്ങനെ ഒരു തെറ്റെന്ന് പറയുമ്പം കൊടും ക്രൂരതയാണെങ്കിൽ പോലും അച്ഛന് അത് സപ്പോർട്ട് ചെയ്ത് ആ അവസരത്തിൽ ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും ഉള്ളത്. അതിൻ്റെ പേരിലായിരിക്കും പുള്ളി സത്യം പറഞ്ഞതിനകത്ത് മാപ്പ് സാക്ഷിയാകേണ്ട ഒരാളാണ്. ഈ തള്ളയും മോനെ ഈ കൃത്യം ചെയ്തു എന്നുള്ള തെറ്റാണ്. അവൻ്റെ ധാർമ്മികമായ കാര്യങ്ങൾ നോക്കുമ്പോൾ അവന് ഒരു പോസിറ്റീവ് സൈഡ് അവനുണ്ടെങ്കിൽ പോലും ഇന്ന് നമുക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അധികാരമൊന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇനിയും ഈ ആജീവനാന്ത അവൻ ജയിലിൽ കിടന്ന് അവൻ്റെ ഒരു ജീവിതവും കളഞ്ഞിട്ട് ഇവർക്ക് എന്താണ് ആ കുടുംബത്തിൽ ഇനി ബാക്കിയുള്ളത് എന്നുള്ളതാണ്.
കാര്യം അവരുടെ വീട്ടിലല്ല താമസിക്കുന്നത്, അദ്ദേഹം ലോഡ്ജിലാണ്. ഈ ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്താണ് ലോഡ്ജിൽ പോലും പോയി താമസിക്കുന്നത്. പിന്നെ മകള് ഉള്ള കാര്യം അങ്ങ് പറയുന്നുണ്ട്. പറയാനായിട്ട് ഇല്ലായിരുന്നു. അച്ഛൻ ഇവിടെ തന്നെയാണോ താമസം? ഇല്ല, അച്ഛൻ ഇവിടെ അല്ലായിരുന്നു. അച്ഛൻ ഞങ്ങളുടെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറി ഒരു ലോഡ്ജിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു 2 വർഷത്തോളമായി ഞങ്ങളുമായിട്ട് പിരിഞ്ഞാണ് താമസിക്കുന്നത്. ഒരു കോണ്ടാക്റ്റോ വിളിയോ പറച്ചിലോ ഒന്നുമില്ല. പക്ഷേ ഈ വഴി കൂടെ എപ്പോഴും ആ 2 വീട്ടുകാരുമായിട്ടും സഹകരണമുണ്ട്. അതിൻ്റെ ആ 2 വീടെന്ന് പറയുന്നത് ഒന്ന് ഈ വീടാണ്. ഈ കിരണിൻ്റെ അമ്മയെ തേടിയുള്ള ഒരു വരവാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പുറത്തെ കിഴക്കിലെ വീട്ടുകാരുമായിട്ടാണ് നല്ല സഹകരണം ഉള്ളത്. ഇപ്പോൾ പുള്ളിക്കാരിയായിട്ടൊക്കെ ഇച്ചിരി എന്തോ ഒരു ബന്ധമൊക്കെ ഉള്ളത് നമുക്കറിയാമായിരുന്നു നേരത്തെ തൊട്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് വഴക്കൊക്കെ ഉണ്ടായി. അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ മോൻ അടിക്കുകയൊക്കെ ചെയ്ത്. അതായത് കിരൺ മുൻപ് ഇയാളെ അടിച്ചിട്ടുണ്ട്. അച്ഛന് കിരണിനെ വെട്ടിയിട്ടുണ്ട്, കിരൺ ഇങ്ങോട്ട് തിരിച്ചടിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ബോധം പോയിട്ടുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെ ഒരു കൊലപാതകമാണ്. ഇന്ന് നാട്ടിൽ നമ്മളിപ്പോൾ ഈ ഒരു വിഷയം പറയുമ്പോൾ ഇന്ന് നാട്ടിൽ നടക്കുന്ന കൊലപാതക സീക്വൻസുകൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ ദിവസവുമാണ് ഇവിടെ കേരളത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് റോഡിൽ കൂടെ ഒരു സമാധാനമായി പോകുവാൻ പറ്റാത്ത അവസ്ഥകൾ, ലഹരി ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുള്ള അപകടങ്ങൾ, എന്തിന് ഡ്രൈവർമാർ, ഗവൺമെൻറ് തലത്തിലുള്ള ഡ്രൈവർമാർ, KSRTC ഡ്രൈവർമാർ പോലും ഇന്ന് ലഹരി ഉപയോഗിച്ചുകൊണ്ട് പിടിക്കപ്പെടുന്ന കേസുകൾ നമ്മൾ കാണുന്നു. പിന്നെ നാട്ടിലെവിടെയും ലഹരിയുടെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പോലും ഇതിൻ്റെ ഒരു ചർച്ചകൾ നടന്നിരിക്കുകയാണ്. അതായത് 10 വർഷം മുമ്പേ 1000-ൽ താഴെ കേസുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 30,000 കേസുകളായിട്ട് വളർന്നിരിക്കുകയാണ്. അതാണ് കേരളത്തിൻ്റെ വളർച്ചാ നിരക്ക്, സാമ്പത്തികമല്ല, ഈ കൊലപാതകത്തിലുമുള്ള നിരക്ക്. അങ്ങനെ പോകുന്ന ഒരു കേരളത്തിൽ ഇങ്ങനെയുള്ള ലഹരി ഒരു സൈഡിൽ, കാമം തേടിയുള്ള പോക്കിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ. അപ്പം നമുക്കറിയാം, തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് നടന്നതും ഇതേ രീതിയിലാണ്. ഒരു ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ഒരു തിരുമേനിയുടെ ഭാര്യ, നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതാണ് ആ ന്യൂസ്. എല്ലാം ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്ന് പറയുന്നത് വഴിവിട്ടുള്ള ഇവരുടെ ഓരോരുത്തരുടെയും പോക്കാണ്. നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.